എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മുടെ ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലെ ടാങ്കിൽ നമുക്ക് എങ്ങനെ ഒരു ഹോം മെയ്ഡ് വാട്ടർ ഫിൽറ്റർ ഫിക്സ് ചെയ്യാം എന്നതിനെക്കുറിച്ചുള്ള ചെറിയൊരു വീഡിയോ ആണ് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇതൊരു പഴയ രീതിയിലുള്ള ടാങ്കാണ്, ഇഷ്ടികോട് ഉണ്ടാക്കിയ ടാങ്കാണ്. ഇപ്പം ഇത്തരത്തിലുള്ള ടാങ്കുകളൊന്നും ചിലപ്പം നമ്മുടെ വീട്ടുകളൊന്നും ഇപ്പം ഉണ്ടാവാൻ ചാൻസ് ഇല്ല. ഇപ്പോൾ ഇതിൽ നിങ്ങൾ കണ്ടില്ലേ, ഇതിൽ ഈ ടാങ്കിൻ്റെ ഒരവസ്ഥ കണ്ടില്ലേ നിങ്ങൾ, ഇതിൽ കംപ്ലീറ്റ് ചളി ഊറി നിൽക്കുന്ന ഒരവസ്ഥയാണ് ഈ ടാങ്കിനുള്ളത്. അതായത് ഇവിടുത്തെ ഒരു കിണറിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു ഏപ്രിൽ മെയ് മാസങ്ങളൊക്കെ ആകുമ്പോഴത്തേനും തന്നെ നമ്മുടെ അതിന് മുമ്പ് തന്നെ തുടങ്ങുന്നുണ്ട് വീട്ടിലെ കിണറിന് കലക്ക് വരുന്നുണ്ട്. അതായത് വെള്ളം താഴും തോറും കലക്ക് കൂടി വരും. അപ്പോൾ ഇതൊരു പാടം ഏരിയ ആയതുകൊണ്ട് തന്നെ ഈ ചളി കംപ്ലീറ്റ് നമ്മുടെ ടാങ്കിലേക്ക് ഊറിക്കിടക്കും. ഈ ഒരു ചളി ഭയങ്കര പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുന്നത്. ആരോഗ്യപരമായ പ്രശ്നങ്ങളുമുണ്ട്. അതുപോലെ നമ്മളെ വീട്ടിലെ ബാത്റൂം അല്ലെങ്കിൽ നമ്മുടെ വസ്ത്രങ്ങൾ കലക്കുമ്പം കളറ് ലഭിക്കാത്ത രീതിയിലൊക്കെ പ്രശ്നങ്ങളുണ്ട്. അപ്പം അത്തരത്തിലൊരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു ഹോം മെയ്ഡ് വാട്ടർ ഫിൽറ്റർ നിർമ്മിച്ച് ഇതിൽ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളൊരു പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്തു നോക്കിയതാണ്. ഏതായിരുന്നാലും പരീക്ഷണം സക്സസ് ആയിട്ടുണ്ട്. ഞാനൊരു വർഷമായിട്ട് ഇവിടെ ഈ ഒരു ടാങ്കിൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പം നമുക്ക് എല്ലാ ദിവസവും ഇപ്പോൾ ടാങ്ക് ക്ലീൻ ചെയ്യാമെന്ന് പറഞ്ഞത് ഒരു പോസിബിൾ അല്ലല്ലോ. ചിലപ്പോൾ വീക്കിൽ ഒരു പ്രാവശ്യം ഒക്കെ ചെയ്യാമെന്നല്ലാതെ എല്ലാ ദിവസവും നടക്കുന്ന ഒരു കാര്യമല്ല. ചില ആൾക്കാർ ഇപ്പം വീക്കിൽ 2 വീക്കൊക്കെ കൂടുമ്പോഴേക്കും ചെയ്യാം. അപ്പം ഈ ഒരു ഫിൽറ്ററോട് ഫിക്സ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു വീക്കിൽ ചെയ്യുന്നതിന് പകരം നമുക്ക് 2-3 വീക്ക് കൂടുമ്പോൾ ചെയ്താൽ മതി. പിന്നെ നമ്മൾ ഡൊമസ്റ്റിക് ആവശ്യത്തിന് മാത്രമാണ് ഈ ടാങ്ക് നമ്മൾ വെള്ളം ഉപയോഗിക്കുന്നത്. കുടിക്കാനും കാര്യങ്ങൾക്കൊക്കെ വേറെയാണ് ഉപയോഗിക്കുന്നത്. കുടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വെള്ളത്തിനും ഇതേപോലെ ഞാൻ ഒരു ഹോം മെയ്ഡ് വാട്ടർ ഫിൽറ്റർ നിർമ്മിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ടാങ്കൊക്കെ ഞാൻ വൃത്തിയാക്കി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് തന്നെ ഈ ഒരു ഫിൽറ്ററാണ് നമുക്ക് ഫിക്സ് ചെയ്യേണ്ടത്. നല്ലോണം ടാങ്കൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു വാട്ടർ ഫിൽറ്റർ നമുക്ക് ഈ ടാങ്കിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതുണ്ട്. ഈ ഫിൽറ്റർ ഞാൻ ഒരു വർഷത്തോളമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഫിൽറ്ററാണ്. അപ്പോൾ ടാങ്കൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുന്ന സമയത്ത് ആർക്കെങ്കിലും ഉപകാരപ്പെടും എന്ന് വിചാരിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ആക്കിയിട്ട് ചെയ്തത്. അപ്പം ഇതിന് എന്ന് പറഞ്ഞാൽ 1 മീറ്റർ ലെങ്ത്തിലുള്ള ഒരു 2.5 ഇഞ്ചിൻ്റെ പൈപ്പാണ് ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഈ പൈപ്പിന് നമ്മൾക്ക് എന്ത് ചെയ്യാം, ഈ 3 പാർട്ടായിട്ടാണ് പൈപ്പുള്ളത്. അത് 2 വലിയ പാർട്ടും പിന്നെ ഒരു ചെറിയ പാർട്ടുമാണ്. അതിൽ ആ 2 വലിയ പാർട്ടിലൊക്കെ നമ്മൾ ഹോൾഡ് എന്തെങ്കിലും കമ്പിയോ കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് ചൂടാക്കിയിട്ട് ഹോൾട്ട് കൊടുക്കുക, നിറയെ ഹോൾട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് നമ്മൾ ഫില്ലപ്പ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചിരട്ട കത്തിച്ചിട്ടുള്ള അതിൻ്റെ കണലാണ് ഇതിൽ ഫിൽറ്ററിങ്ങിന് വേണ്ടിയിട്ട് ഫില്ലപ്പ് ചെയ്യുന്നത്. ആ 2 വലിയ ഭാഗങ്ങളിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുക, ചിരട്ട കണൽ നിറക്കുന്നത്. അതിനുശേഷം അതിൻ്റെ മുകളിൽ കൂടെ നമ്മൾക്ക് ഒന്നുകൂടി ഫിൽട്രേഷൻ സ്ട്രോങ് ആകാൻ വേണ്ടിയിട്ട് നമ്മുടെ കൊതുക് നെറ്റില്ലേ, ചെറിയ നെറ്റ്, ആ നെറ്റ് കൊണ്ട് ആ പൈപ്പ് കംപ്ലീറ്റ് ഒന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, കവർ ചെയ്തിട്ടുണ്ട്. ഇത് പിന്നെ നമ്മൾ ഇൻസ്റ്റാളേഷൻ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. നമ്മളെ ഡെലിവറി ലൈനിലേക്ക് എന്ത് ചെയ്യാം, ഈ സെൻറ്ററിലുള്ള പോർഷനിൽ അവിടെ ഒരു കണക്ടർ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഡെലിവറി ലൈനിലേക്ക് ഫിക്സ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. സിമ്പിളായിട്ടുള്ള ഒരു പ്രോസസ്സിങ് ആണ്. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതും നമ്മുടെ വീട്ടിലൊക്കെ ലഭ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മളെ കയ്യിൽ ലഭ്യമായിട്ടുള്ള ചിരട്ടകളൊക്കെ ആണെങ്കിലും അതേ പൈപ്പൊക്കെ നമ്മുടെ അടുത്ത് ഉണ്ടാവുമല്ലോ. അതൊക്കെ ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്കൊരു ഹോം മെയ്ഡ് ഫിൽറ്ററിങ് ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ്. ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരൊക്കെ ജസ്റ്റ് എന്ത് ചെയ്യുക, ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത് എനിക്ക് സക്സസ്ഫുൾ ആയിട്ടുണ്ട്. പിന്നെ ചില ആൾക്കാർക്ക് ഒരു പ്രശ്നം തോന്നാറുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വെള്ളത്തിൻ്റെ പ്രഷർ കുറയോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടാവും. വെള്ളത്തിൻ്റെ പ്രഷറൊന്നും കുറയുന്നില്ല. പിന്നെ ഇത് പ്രഷർ കുറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫിൽറ്റർ കംപ്ലീറ്റ് ഇതിലുള്ള ചളി അടിഞ്ഞ് കൂടുമ്പം പ്രഷറിന് ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും. ആ സമയം നമുക്ക് മനസ്സിലാക്കാം നമുക്ക് ഫിൽറ്റർ ക്ലീൻ ചെയ്യാനായിട്ടുണ്ട് എന്നുള്ളത്. ജസ്റ്റ് ഈ ഫിൽറ്റർ ഒന്ന് റിമൂവ് ചെയ്തതിന് ശേഷം ശരിക്കും നല്ലവണ്ണം ഒന്ന് കുറച്ച് പ്രഷറിൽ വെള്ളം അടിച്ചു കൊടുത്ത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ വളരെ അടിപൊളിയായിട്ട് സ്മൂത്തായിട്ട് വീണ്ടും നമുക്ക് അവിടെ ഫിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കാൻ പറ്റും. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നാച്ചുറലായിട്ടുള്ള ഒരു ഫിൽറ്ററാണ്, സിമ്പിളാണ്. അപ്പോൾ നമുക്കിപ്പോൾ ഇത് ചെയ്തതുകൊണ്ട് ശേഷം ഒരുപാട് മാറ്റങ്ങളുണ്ട്. വെള്ളത്തിന് നല്ല ക്ലിയറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ ഞാനിങ്ങനെ ഒരു എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ നമുക്ക് സക്സസ് ആയിട്ടുണ്ട്. അത് നിങ്ങളുമായി ഷെയർ ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശമാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫിൽറ്റർ ടാങ്കിലേക്ക് ഇൻസ്റ്റാൾ ചെയ്തു.
അതിനുശേഷം ഈ ടാങ്കിലേക്ക് നമ്മൾ വെള്ളം ഫില്ലപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് എല്ലാവർക്കും നന്മ നടന്നുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. എല്ലാവർക്കും ഗുഡ് ബൈ.